ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. സിബിഐ കോടതി 2 പോലീസുകാർക്ക് വധശിക്ഷ വിധിച്ച കേസിലാണ് ഹൈക്കോടതിയുടെ വിധി. അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതി വിമർശിച്ചു. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധമായ ഉരുട്ടിക്കൊലക്കേസിൽ സിബിഐ കോടതി ശിക്ഷിച്ച 4 പേരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. പോലീസുകാരൻ കെ ജിതകുമാർ, ഡിവൈഎസ്പി ആയിരുന്ന അജിത് കുമാർ, എസ് പിമാരായിരുന്ന ഇ കെ സാബു, ടി കെ ഹരിദാസ് എന്നിവരെയാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, കെ വി വിജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് വെറുതെ വിട്ടത്. 1-ാം പ്രതി ജിതകുമാറിന്റെ വധശിക്ഷയും കോടതി റദ്ദാക്കി. സിബിഐ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 2-മൻ ശ്രീകുമാർ 2020-ൽ മരിച്ചിരുന്നു. അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് കോടതി നിരീക്ഷിച്ചു. സിബിഐ അന്വേഷണവും അവർ സ്വീകരിച്ച പ്രോസിക്യൂഷൻ നടപടികളും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി കണ്ടെത്തി. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ആ റിപ്പോർട്ട് ശരിക്കും ആദ്യം നടന്ന കോടതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അത് പ്രൊഡ്യൂസ് ചെയ്യാതെ അവർ പുതിയൊരു കേസായിട്ട് കൊടുത്തു. അവർ ആളുകളെ പിടിച്ച് അകത്തിട്ടിട്ട് ജാമ്യം കൊടുക്കണമെങ്കിൽ അപ്രൂവർ ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്രൂവറാക്കി, അങ്ങനെ തെളിവുണ്ടാക്കിയിട്ടാണ് ആ കേസിൽ തെളിവ് കൊണ്ടെന്ന് അവരെ ശിക്ഷിച്ചത്. കോടതിക്ക് ഹൃദയമില്ലെന്ന് ഉദയകുമാറിന്റെ മാതാവ് പ്രഭാവതിയമ്മ വിധിയോട് പ്രതികരിച്ചു. നീതി വേണമെന്നും വീട് വിറ്റിട്ടാണെങ്കിലും കേസുമായി മുന്നോട്ടു പോകുമെന്നും പ്രഭാവതിയമ്മ പറഞ്ഞു. 2005 സെപ്റ്റംബർ 27-നാണ് ഉദയകുമാർ കൊല്ലപ്പെടുന്നത്. ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഉദയകുമാർ തുടയിലെ രക്തധമനികൾ പൊട്ടിയാണ് മരിച്ചത്. ഉദയകുമാറിനെ പോലീസ് ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കി കൊന്നുവെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ. മീഡിയ 1 കൊച്ചി, തിരുവനന്തപുരം.